മിക്ക പേരൻസിന്റെയും കൺസേൺ ആണ് എങ്ങനെയാണ് സംസാര വൈകല്യമുള്ള ഒരു കുട്ടിക്ക് സ്പീച്ച് തെറപ്പി കൊടുക്കേണ്ടതെന്ന്. നമ്മൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ മുതൽ ഒരു 3 മാസം വരെയുള്ള സമയത്ത് കുഞ്ഞിന് സാധാരണയായി കുഞ്ഞ് പാല് കുടിക്കുകയോ ഉറങ്ങുകയോ അതൊക്കെയാണ് അവരുടെ റുട്ടീന്. പക്ഷെ നമുക്ക് ഒരു ഓഡിറ്ററി വെർബൽ സ്റ്റിമുലേഷൻ ആ സമയം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വരുന്നത് ഒരു 3 to 6 മന്ത്സിലുള്ള സമയത്ത്, ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കൂയിങ് ബാബ്ലിംഗ് ഒക്കെ സൗണ്ട് അച്ചീവ് ആവും. ആ സമയത്ത് തന്നെ നമ്മളുടെ പേരൻസ് പറയുന്നത് അവർ റെക്കഗ്നൈസ് ചെയ്യും, അവരുടെ സൗണ്ട്സിന് റെസ്പോണ്ട് ചെയ്യാൻ ആ ഊന്നൊക്കെ സംസാരിച്ചു, അങ്ങനത്തെ വാക്കുകളൊക്കെ സംസാരിച്ചു തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഒരു 1 year ഒക്കെ ആകുമ്പോഴത്തേനും കുഞ്ഞിന് ഒരു വയസ്സിൻ്റെ ഒരു ബർത്ത്ഡേയുടെ ടൈമൊക്കെ ആകുമ്പോഴത്തേനും കുഞ്ഞ് ഒരു 1 word എങ്കിലും സംസാരിച്ചിരിക്കും. കൂടുതൽ 1 wordലായിരിക്കും കുഞ്ഞുങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു 1 to 2 years സമയത്ത് കുഞ്ഞിന് 2 words ഉള്ള ഇപ്പം അമ്മ വെള്ളം താ, അല്ലെങ്കിൽ കളിപ്പാട്ടം വേണം, മുട്ടായി വേണം, അങ്ങനത്തെ ചെറിയ ചെറിയ വാക്കുകൾ 2 words സെൻറ്റൻസ് ജോയിൻ ചെയ്ത് പറയാൻ സ്റ്റാർട്ട് ചെയ്യും. ഈ സമയത്തൊക്കെ പേരൻസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അവരോട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യുക. എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ട് മാത്രം ഒരു കുഞ്ഞ് ഒരിക്കലും സ്പീച്ച് തെറപ്പിയിൽ സ്പീച്ച് ഇംപ്രൂവ് ആവണമെന്നില്ല. അവർക്ക് ഓഡിറ്ററി ആയിട്ടും വിഷ്വലായിട്ടും ടാക്ടൈലായിട്ടും സെൻസറി കാര്യങ്ങളും അതിനുമായിട്ട് ഒരു സോഷ്യലൈസ് ചെയ്താൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് ഇംപ്രൂവ് ആവത്തുള്ളൂ. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയുടെ അമ്മ എന്തുമാത്രം അല്ലെങ്കിൽ അവരുടെ പേരൻസ് എന്തുമാത്രം ആ കുഞ്ഞിനോട് ഇൻട്രാക്ട് ചെയ്യുന്നു, അവർ സോഷ്യലൈസ് ചെയ്യുന്നു. അവരിപ്പോൾ ഒരു ഫംഗ്ഷന് കൊണ്ടുപോകാനാണെങ്കിലും അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാനാണെങ്കിലും അങ്ങനെ കുറച്ചും കൂടെ സോഷ്യലൈസ് ചെയ്ത് അവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് കുറേയും കൂടെ സ്പീച്ചിന് ഇമ്പ്രൂവ് ആവുന്നത്. അവർ ഡെയിലി കേൾക്കുന്നതും അവർ റെക്കഗ്നൈസ് ചെയ്യുന്നത് പല കാര്യങ്ങളാണ്. 2 വയസ്സ് വരെ കുഞ്ഞിന് TV ഫോണും ഒന്നും കൊടുക്കുവാനേ പാടില്ല. അതിൻ്റെ എക്സ്പോഷർ മാക്സിമം കുറയ്ക്കണം. ഇപ്പം ഇൻ കേസ് ഒരു 2.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾക്ക് പേരൻസിനെ റെക്കഗ്നൈസ്, ഇപ്പം വേറെ സ്ഥലത്ത് അവർക്ക് വീഡിയോ കോൾ വഴിയേ കാണാൻ പറ്റത്തുള്ളൂ എങ്കിൽ ഒരു 10 to 15 minutes ആ കുഞ്ഞിനെ അതിനകത്ത് കാണിക്കാവൂ. അത് കഴിഞ്ഞിട്ട് പതുക്കെ റിഡ്യൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ പേരൻസ് കുഞ്ഞുങ്ങൾക്ക് ഫോൺ കഴിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കുന്ന ആളാണെങ്കിൽ പതിയെ അത് റിഡ്യൂസ് ചെയ്തിട്ട് മാക്സിമം ഒരു 3 to 6 years വരെ കുഞ്ഞുങ്ങൾക്ക് ഫോണിൻ്റെ ആ ഒരു എക്സ്പോഷർ മാക്സിമം കുറയ്ക്കുക. നമ്മളിപ്പോൾ ഇതുവരെ 2 year ഉള്ളതാണ് പറഞ്ഞത്. അറ്റ് ദ ഏജ് ഓഫ് 3 year ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സംസാരം സെൻറ്റൻസ് ആയിട്ട് ഫോം ചെയ്യും. നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അവർ സെൻറ്റൻസ് ആയിട്ട് സംസാരിക്കും. 3 word 4 word ആയിട്ട് വരെ കുഞ്ഞുങ്ങൾ സംസാരിച്ചു തുടങ്ങും. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ലേണറാണ്, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും. അത് ഡിപ്പെൻഡ് അപ്പോൺ ദെയർ സിറ്റുവേഷൻ. ചിലപ്പോൾ പേരൻസിൻ്റെ അല്ലെങ്കിൽ അവരുടെ സോഷ്യലൈസേഷനും പേരൻസ് പറയുന്നതിൻ്റെ വെർബൽ ഔട്ട്പുട്ടും ഇതൊക്കെ കുറവാണെങ്കിൽ കുഞ്ഞിന് ഡിലേ ഉണ്ടാവാം. അതല്ല, കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റ് പേരൻസ് ഒക്കെ ഇത്രയും കൂടുതലും ഇൻട്രാക്ട് ചെയ്യുക, അവർക്ക് കുറഞ്ഞതൊരു 4 to 5 hours കുഞ്ഞിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ഒരു പ്ലേ തെറപ്പിയാണ് ഇതിന് വേണ്ടത്. കുഞ്ഞുങ്ങളോട് കളിക്കുമ്പോഴൊക്കെ നിങ്ങൾക്കും അവർക്ക് എന്താ നീഡ്സ് വേണ്ടേ അതൊക്കെ അവരോട് അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങും. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ നീഡ്സ് ഒക്കെ നമ്മളോട് ചോദിച്ചു വാങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. നമ്മളിപ്പം ഫുഡ് വേണമെങ്കിൽ വെള്ളം വേണമെങ്കിൽ ഒക്കെ നമ്മൾ എല്ലാം കൈ കൊണ്ട് കൊടുക്കാണ്ട് അവർക്കൊരു ടൈം കൊടുക്കുക. അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മളോട് ചോദിക്കാൻ അവർക്കും കൂടെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. മാക്സിമം പേരൻസ് ആയാലും നമ്മളുടെ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അവരോട് ഒന്ന് കുറച്ചുകൂടി ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ നീഡ്സ് ഒക്കെ അവരോട് അവരിങ്ങോട്ട് ചോദിക്കുമ്പോൾ കൊടുക്കാൻ നോക്കുക. ഈ സമയത്തുള്ള കുട്ടികൾക്ക് കളേഴ്സ് ആയാലും അനിമൽസിൻ്റെ, ബേർഡ്സിൻ്റെ, അതുപോലെ പേരൻസിൻ്റെ ഒക്കെ എല്ലാവരെയും റെക്കഗ്നൈസ് ചെയ്യാനും അവരുടെ പേര് പറയാനും. അപ്പം ചിലപ്പോൾ അവരുടേതായ ഭാഷയിലായിരിക്കും ക്ലാരിറ്റി കുറവായിരിക്കും. 3 years ആയിട്ടുള്ള ഫുൾ ക്ലാരിറ്റി ഒരിക്കലും ഉണ്ടാവത്തില്ല. ഒരു 6 വയസ്സ് വരെ എത്തും കുഞ്ഞ് കറക്റ്റ് ഒക്കെ പറയണമെങ്കിൽ ഒരു 6 വയസ്സ് വരെ എങ്കിലും എത്തണം കുഞ്ഞിന് ഈ സൗണ്ട്സ് ഒക്കെ വരാൻ. അതല്ല, ഒരു 3 വയസ്സായിട്ടും ഇതുവരെ നിങ്ങളുടെ കുഞ്ഞ് ഒരു വേർഡ് പോലും സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ആക്ഷൻ പോലും ഇല്ല, കുഞ്ഞിന് വേണ്ടുന്നതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് കൊടുക്കുക. ഇപ്പോഴും അവൻ്റെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നത്. അവർക്ക് വേണ്ടുന്ന ഇപ്പോൾ ഒരു കളിപ്പാട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടിട്ട് കൊടുത്താലേ, അല്ലെങ്കിൽ കളിക്കാനും മാത്രമേ, അല്ലെങ്കിൽ അത് സ്പിൻ ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഡിലേ കുഞ്ഞുങ്ങളിൽ തോന്നിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനടുത്തോ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിനടുത്തോ ചെന്ന് കാണിച്ച് കുഞ്ഞിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ തെറപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഓർക്കുക, ഏർലി തെറപ്പിയാണ് ഏറ്റവും ബെറ്റർ.
ഒരിക്കലും 3 വയസ്സ് വരെ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളെ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കുന്നത് നോക്കാണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സംസാരിച്ചിട്ടില്ല എങ്കിൽ 1 വേർഡോ 2 വേർഡോ അല്ലെങ്കിൽ 3 വേർഡോ സംസാരിച്ചിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സ്പീച്ച് തെറപ്പിസ്റ്റുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്.